പ്രേക്ഷകരെ, സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. എല്ലായിടങ്ങളിലും നമ്മൾ കാണുന്നത് ഒരേ കാഴ്ചകൾ തന്നെയാണ്, വാർത്തകൾ തന്നെയാണ്. തെരുവുനായ ശല്യം ഒട്ടും കുറവില്ലാതെ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിലും ജനത്തിരക്കേറിയ ബീച്ചിലും അതേപോലെ റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ തെരുവ് നായ്ക്കൾ കൂട്ടമായിട്ടാണ് വിഹരിക്കുന്നത്. ഇനിയും എത്ര പേർക്ക് കടിയേൽക്കണമെന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ സമീപ നാടുകളിലുണ്ടായ തെരുവുനായ ആക്രമണങ്ങളുടെ ചില ദൃശ്യങ്ങളാണ്. ആദ്യത്തെ രണ്ടിലും സ്കൂൾ വിദ്യാർത്ഥികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ജില്ലയിലുടനീളം രൂക്ഷമായി തുടരുകയാണ് തെരുവുനായ ശല്യം. കോഴിക്കോട് ജില്ലയിൽ ആഴ്ചകൾക്കിടെ 100-ലധികം പേർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. നായകൾ പിന്നാലെയോടിയവരുടെ എണ്ണം ഇതിലും അധികം. ഇതിങ്ങനെ ഇങ്ങനെ തലക്കൊക്കെ കടിയേറ്റത് നേരെ ചാടിയതാ, തല മുകളിലേക്ക് ചാടിയതാണ് ഉയരത്തിൽ. മുഖത്തും തലക്കും കടിച്ച് ചാടി കടിച്ചു. ചാടി കടിച്ച് അത് റോട്ടിൽ വന്ന് ഞാൻ 2 ദിശയായിട്ട് ഞാൻ തെക്കുന്ന് വരികയാണ്, നായി വടക്കുന്ന് ഇങ്ങോട്ട് വരികയാണ്. ഞാൻ വീണ് വയ്ക്കുന്നു മേലേക്ക് ചാടിയിട്ട്. കോഴിക്കോട് നഗരത്തിലെ അവസ്ഥയാണ് പരിശോധിക്കുന്നത്. പിള്ളേരെ പുറകിൽ ഓടുമ്പോൾ പിള്ളേരെ ഇത് നായിൻ്റെ പുറകെ ഞങ്ങൾ വടിയെടുത്തിട്ട് ഓടുകയാണ്. ഞങ്ങളിവിടെ ട്രോമാ കെയർ വളണ്ടിയറാണ്. ജനങ്ങൾ പറയുമ്പോൾ ഓടിച്ചെന്നുങ്ങാണ്ട് അവരെ ഓടിച്ചിട്ടുങ്ങാണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. പാർക്കിൻ്റെ ആ ഭാഗത്ത് നിന്നുള്ള കൂടുതൽ വേസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നതെന്നെ ഒറ്റപ്പെട്ട് വരുന്ന നായ്കൾ. അത് കുട്ടികളെ പുറകിൽ ഓടും. കുട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ ഓടി ചെല്ലുമ്പോൾ ഞങ്ങൾ വലിയ വടിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ പോകുന്നത്. വടിയൊക്കെ റെഡിയാണ് ഇവിടെ. രാത്രികളിലൊക്കെ കുട്ടികളെ വയറ്റിലൊക്കെ പായി നായ്ക്കകത്ത് പായി, അത്ര തന്നെ ഉള്ളു. കുറേ നായ്ക്കളുണ്ട്. വണ്ടിൻ്റെ അടിയിലൊക്കെ പകലൊന്നും കാണൂല വല്ലാതെ. ഇപ്പൊ രാത്രി ആകുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുമ്പോഴൊക്കെയാണ് പിന്നാലെ ഓടും. കുട്ടികളൊക്കെ പിന്നാലെ ഓടിക്കാണ്ട് അത് തിരിച്ചു ഓടും. പോയില്ലേ കടിച്ചാൽ ഇഞ്ചക്ഷൻ ചെയ്യാം. കുറച്ച് പിടിച്ച് കൊണ്ടേ കഴിച്ചില്ലായി ആൾക്ക് ഫ്രീ ആയി നടക്കാം. നേരം വെളുക്കോളും ഇവിടെ ആളുണ്ടാവും, സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാവും. മൂന്ന് പേര് മുമ്പിൽ കിടക്കുന്നുണ്ടേ. കോഴിക്കോട് ബീച്ചിനോട് ചേർന്നുള്ള നടപ്പാതയാണ്. പറഞ്ഞതുപോലെ 3 പേർ മുമ്പിലുണ്ട്, 4 നായ്ക്കൾ പുറകിലും കിടക്കുന്നുണ്ട്. അങ്ങനെ 7 നായ്ക്കളുടെ കൂട്ടമാണ് ഇവിടെ നടപ്പാതയിൽ ഈ പാത ബ്ലോക്ക് ചെയ്തിങ്ങനെ കിടക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് കല്ലെടുത്ത് എറിഞ്ഞാണ്ട് അങ്ങനെ സൈഡാക്കും, വേറെ ഒന്നുമില്ല. ഇപ്പോൾ വലിയ അവിടെ കിടക്കരുത്, അതിൻ്റെ മരത്തിനൊട്ടിൽ കൊണ്ട് കിടക്കും. രാത്രിയാകുമ്പോൾ ഇത് വലിയ ശല്യം ഉണ്ടാവും. രാത്രി ഇങ്ങനെ വണ്ടിന് പോയിത്തന്നെ ഇതിനെ പോയിത്തന്നെ പാഞ്ഞ് കളിക്കൂ. എന്നാൽ പേടി എന്താരോ, ഇവിടെ സ്കൂട്ടറിൻ്റെ മുകളിലും മറ്റേൻ്റെ മുകളിലും തട്ടുന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. അവർ വീഴും വണ്ടി തട്ടിയിട്ട്. ഇതെല്ലാം നായ്ക്കളെ നമ്മളെ പറമ്പിലൊക്കെ നായിയാണ്, ഫുള്ള് നായിയാണ്. ഈ വണ്ടിന് പിറകെ കാറെല്ലാം ചില കാറിനെ കാണുമ്പോൾ അത് ഓടും. എവിടെയാണ് തെരുവ് നായ്ക്കൾ ഇല്ലാത്തത്? അവ മനുഷ്യർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.